നനയ്ക്കാനും സമ്മതിക്കത്തില്ല. ഇത് ആരാപ്പാ വിളിക്കുന്നേ? ശരി, ആ പലിശക്കാരനാണല്ലോ വിളിക്കുന്നത്. എന്ത് പറയാം? ഹലോ, ചേട്ടാ ഞാൻ തരാം. സോറി ചേട്ടാ, ഞാൻ തുണി കഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു. ചേട്ടാ അങ്ങനെയൊന്നും പറയില്ല ചേട്ടാ. എൻ്റെ അവസ്ഥ ചേട്ടന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഞാനൊരു ആങ്ങളുടെ സ്ഥാനത്തല്ലേ ചേട്ടനെ കണ്ടിട്ടുള്ളൂ. ചേട്ടാ പ്ലീസ് ചേട്ടാ, എൻ്റെ വീട്ടിലൊന്നും പറ. എൻ്റെ മക്കളെ ഓർത്തെങ്കിലും ചേട്ടൻ വേറെ രീതിയിൽ എന്നെ കാണരുത് ചേട്ടാ, പ്ലീസ്. എന്ത് ചെയ്യും ഈശ്വര? എൻ്റെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിട്ട് ഞാൻ എന്ത് വന്നാലും ഞാൻ ഇയാളുടെ കടം വീട്ടും. എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കണം. എൻ്റെ പൊന്നും മക്കൾക്ക് വേണ്ടിട്ട് ഞാൻ എന്ത് കഷ്ടപ്പാടും ഞാൻ സഹിക്കും. ദൈവമേ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ. എന്റെ പൊന്നു മക്കള് എന്നെ പോലെ ഒരു സ്ത്രീക്ക് ഈ അവസ്ഥ വരരുത്. ഇനി അടുത്ത ആരാണാവും? ഹലോ, അതെ മാം, ആരാ? നോക്കാം മാം. മാം ശമ്പളം എത്രയാ? ഓക്കെ മാം, കുഴപ്പമില്ല. 20,000 രൂപ. ഓക്കെ ഓക്കെ. ആ, വയസ്സായ അമ്മയാണോ? നോക്കാം മാം, നോക്കാം. ഞാൻ എന്നോട്ടാ വരേണ്ടേ? ശരി മാം, ഉറപ്പായിട്ടും വരാം. ഓക്കെ. ദൈവത്തിൻ്റെ ഓരോ വികൃതികൾ. ആരുമില്ലാത്ത എനിക്ക് എല്ലാവരും ഉള്ളൊരു അമ്മ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടൊരമ്മ. ആ അമ്മയെ നോക്കാൻ എനിക്കൊരു ജോലിയായി, എനിക്കൊരമ്മയുമായി. എന്തായാലും എല്ലാ സൗഭാഗ്യങ്ങളിലും ജീവിക്കുന്ന ആ അമ്മയെ നോക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയല്ലോ. ആരുമില്ലാത്ത എനിക്ക് ഒരമ്മയും എൻ്റെ കുട്ടികൾക്കൊരു ജീവിത മാർഗമായി. ആ അമ്മയ്ക്ക് ആയുസ്സാരോഗ്യവും കൊടുക്കണേ പൊന്നനാഥ. എനിക്കിതൊരു വരുമാനമായി. ദൈവം എന്നെ കൈവിട്ടില്ലല്ലോ.